നിന്റെ കുടുംബത്തിൽ നിനക്കൊരു ഇഴയെടുപ്പമുണ്ട്, മറന്നു പോകരുത്. നിന്റെ കുടുംബത്തോടുള്ള നിന്റെ ബന്ധങ്ങളുടെ ഒരു ഇഴയെടുപ്പം നഷ്ടപ്പെട്ടു പോകരുത്. നീ നിന്റെ കുടുംബത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ദൈവം തമ്പുരാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്. പണ്ട് ഒരു വൈദികൻ ദുഃഖവെള്ളിയാഴ്ച പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പറഞ്ഞു, നാളെ നിങ്ങൾ പള്ളിയിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കുരിശുമായിട്ട് പള്ളിയിൽ വരണം. കാരണം നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. നിങ്ങളുടെ പ്രാപ്തിക്കനുസരിച്ച് ഓരോ കുരിശുമായിട്ട് വരണം. ഇതെവിടെയാണ് വായിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ മുതിർന്നവർ വായിച്ചിട്ടുണ്ടാവും. പണ്ട് നമ്മളൊക്കെ വായിച്ച് സന്തോഷിച്ച ഒരു പുസ്തകം ബോബനും മോളിയുമാണ്. അതിനകത്തെ ഒരു കഥയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നാളെ നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ച ഒരു കുരിശുമായിട്ട് വരണം. അച്ഛൻ ദുഃഖവെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ നിന്നിങ്ങനെ ദൂരെയൊക്കെ നോക്കുകയാണ്. എല്ലാവരും അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ചുള്ള കുരിശുമായിട്ട് വരികയാണ്. മുമ്പോട്ട് വരുമ്പോൾ ഉപ്പായി മാപ്പിള എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ബോബനും മോളിക്കകത്തും. അത് അമ്മാമ്മമാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. പണ്ട് വായിച്ചതാണ് അച്ഛൻ. ആ ഉപ്പായി മാപ്പിള ഒരു കൊച്ചു ചാക്ക് കെട്ടും തോളെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ്. ഉപ്പായി മാപ്പിള അടുത്ത് വന്ന് പള്ളിയുടെ വാതിക്ക് വന്നപ്പോൾ അച്ഛനും വല്ലാത്ത ഒരു അങ്കലാപ്പ്. എല്ലാവരോടും കുരിശ് കൊണ്ടുവരാൻ പറഞ്ഞു. ഉപ്പായി മാപ്പിള ഇതെന്തോ എടുത്തുകൊണ്ട് വരികയാണ്. ഉപ്പായി മാപ്പിള അകത്തോട്ട് കയറിയപ്പോൾ അച്ഛൻ ചോദിച്ചു, ഉപ്പായി മാപ്പിളെ കുരിശെടുത്തുകൊണ്ട് വരാനല്ലടാ നിന്നോട് പറഞ്ഞേ, നീ ചാക്ക് കെട്ടും കൊണ്ട് എങ്ങോട്ട് പോവാ? ഉപ്പായി മാപ്പിള പറഞ്ഞു, ഒന്ന് അടങ്ങച്ചു, ഞാനിത് കൊണ്ട് അങ്ങോട്ടൊന്ന് വരട്ടെ, ബാക്കി പിന്നെ പറയാം. അച്ഛൻ്റെ അടുത്ത് വന്ന് ഉപ്പായി മാപ്പിള ചാക്ക് കെട്ട് താഴെ വെച്ചു. അതിൻ്റെ വാ അഴിച്ചതും ഭാര്യ ചാടി പുറത്തിറങ്ങി. ഉപ്പായി മാപ്പിളയോട് അച്ഛൻ ചോദിച്ചു, ഉപ്പായി മാപ്പിളെ എടാ കുരിശ് കൊണ്ടുവരാനല്ലടാ പറഞ്ഞു, ഭാര്യയെ കൊണ്ടുവരാനെന്നോ ഞാൻ പറഞ്ഞു. ഉപ്പായി മാപ്പിള അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് കൂടി ഒരു കുരിശാച്ചോ, ഇപ്പോഴെങ്കിലും ഇത് ഈ പള്ളിയിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് ചാവാൻ പോലും കഴിയത്തില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് കുരിശായിപ്പോയ വീടുകൾ എത്രയുണ്ട്, ഭാര്യ ഭർത്താവിന് കുരിശായിപ്പോയ വീടുകൾ എത്രയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വീടിനകത്ത് ബന്ധങ്ങളുടെ ഇഴയെടുപ്പങ്ങളൊക്കെ വല്ലാതെ നഷ്ടപ്പെട്ടു പോയ വീടുകൾ എത്രയുണ്ട്. സന്തോഷിച്ച പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒറ്റ ചോദ്യം ആത്യന്തികമായി ചോദിക്കണം, നിന്റെ ഭാര്യയ്ക്ക് നീ ഒരു സമാധാന പുത്രനാണോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു അപ്പനാണോ നീ? വീട്ടിൽ നീ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഞാൻ മൂലം ഇന്ന് മുതൽ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. ദാവീദിൻ്റെ സത്യപ്രതിജ്ഞ, ഞാൻ മുഖാന്തരം ഇന്ന് മുതൽ എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു സമാധാന പുത്രനായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഭവനത്തിൻ്റെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ലോകത്തിലെല്ലാവരുടെയും മുമ്പിൽ മാന്യരായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആത്യന്തികമായ ഒരു ചോദ്യം മറന്നു പോകരുതോ. നീ നിൻ്റെ വീട്ടിൽ എങ്ങനെയാണോ? നീ നിൻ്റെ കുടുംബത്തിൽ എങ്ങനെയാണ്?